നമസ്കാരം. എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റ് സംഘർഷം ഉടൻ അവസാനിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുക ഇറാനാണെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കിയതായി റിപ്പോർട്ട്. ഇറാനെതിരായ സൈനിക നടപടികൾ വളരെ പുരോഗമിച്ച നിലയിലാണെന്നും യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിക്കുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഈ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യങ്ങൾ വെച്ചത് പലതും കൈവരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ ഇപ്പോഴും ഔദ്യോഗികമായി വിജയം പ്രഖ്യാപിക്കുവാൻ സമയമായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാൻ ശക്തമായി തിരിച്ചടിക്കുമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ആക്രമണം തുടരുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് ഒരു ലിറ്റർ എണ്ണ പോലും പുറത്തേക്ക് പോകുവാൻ അനുവദിക്കില്ലെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണ കയറ്റുമതി തടയുവാൻ ഇറാൻ ശ്രമിച്ചാൽ അതിനേക്കാൾ ശക്തമായ ആക്രമണം നടത്തുമെന്ന് ട്രംപും ഭീഷണി മുഴക്കി. ഇറാൻ സംഘർഷം എത്രത്തോളം നീണ്ടു നിൽക്കുന്നുവോ അത്രത്തോളം സമ്പദ് വ്യവസ്ഥയിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ മുന്നറിയിപ്പ് നൽകുന്നു. സംഘർഷം ദീർഘകാലം തുടരുകയാണെങ്കിൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്കും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും പ്രതികൂലമായ സ്വാധീനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് സ്റ്റാർമർ മുന്നറിയിപ്പ് നൽകുന്നത്. ലണ്ടനിലെ ഒരു കമ്മ്യൂണിറ്റി സെന്ററിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജനങ്ങളുടെ ആശങ്കകൾ മനസ്സിലാക്കുന്നുവെന്നും സംഘർഷം രാജ്യത്തിനുള്ളിലെ ജനങ്ങളിലേക്ക് ഉണ്ടാക്കാവുന്ന സാമ്പത്തികാഘാതം കുറയ്ക്കുവാൻ സർക്കാർ അപകട സാധ്യതകൾ വിലയിരുത്തുകയും അന്താരാഷ്ട്ര പങ്കാളികളുമായി നിരന്തരം ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞു. 2022 റഷ്യയുടെ യുക്രൈൻ അധിനിവേശം കാരണം ഊർജ്ജവിലകൾ കുത്തനെ ഉയർന്ന സാഹചര്യം നേരിട്ട രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇപ്പോൾ ഇത്തരം ആഘാതങ്ങളെ നേരിടുവാൻ കൂടുതൽ ശേഷിയുണ്ടെന്നും സ്റ്റാമർ വ്യക്തമാക്കി. ഇതിനിടെ അമേരിക്കയും ഇസ്രായേലും ഇറാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള യുദ്ധം ദീർഘകാലം തുടരാമെന്ന ആശങ്ക ഉയർന്നതോടെ ആഗോള എണ്ണവില കഴിഞ്ഞ ദിവസങ്ങളിൽ കുത്തനെ ഉയർന്നിരുന്നു. ഹീറ്റിംഗ് ഓയിൽ ആശ്രയിക്കുന്ന കുടുംബങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുവാൻ വിവിധ മാർഗങ്ങൾ പരിശോധിക്കുമെന്ന് ധനകാര്യമന്ത്രി റേച്ചൽ റീവ്സ് അറിയിച്ചു. ആഗോള വിപണിയിൽ എണ്ണവില തിങ്കളാഴ്ച ബാരലിന് ഏകദേശം $120 വരെ ഉയർന്ന് 4 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിരുന്നു. പിന്നീട് വില കുറച്ചെങ്കിലും യുദ്ധം മൂലം ഊർജ്ജ വിതരണത്തിൽ ദീർഘകാല തടസ്സം ഉണ്ടാകുമെന്ന ആശങ്കയാണ് ഈ വർധനയ്ക്ക് കാരണമാകുന്നത്. ഹീറ്റിംഗ് ഓയിൽ ഉപയോഗിക്കുന്ന വീടുകൾക്കായാലും സാധാരണക്കാർക്കായാലും വില വർധനയുടെ ആഘാതം ആദ്യം അനുഭവപ്പെടും. അതിനാൽ എംപിമാരുമായി ബുധനാഴ്ച ചർച്ച നടത്തുമെന്ന് റീവ്സ് അറിയിച്ചു. എണ്ണവില വർദ്ധിച്ചതിനെ തുടർന്ന് ഹീറ്റിംഗ് ഓയിൽ വിലയും കുത്തനെ ഉയർത്തിയിരുന്നു. നോർത്ത് അയർലൻഡിലെ വീടുകൾക്ക് ബില്ലിൽ ഏകദേശം 81% വർധനവാണ് ഉണ്ടായത്. ഇംഗ്ലണ്ടിലെ ചില ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ ഹീറ്റിംഗ് ഓയിൽ വില ഇരട്ടിയായതായും റിപ്പോർട്ടുകളുണ്ട്. ഗ്യാസ് വൈദ്യുതി ബില്ലുകൾക്ക് വിലപരിധി നിശ്ചയിക്കുന്ന ഓപ്റ്റം എന്ന റെഗുലേറ്ററി പ്രൈസ് ക്യാപ് പോലെ ഹീറ്റിംഗ് ഓയിൽ വില നിയന്ത്രിക്കുന്ന സംവിധാനം നിലവിൽ രാജ്യത്തില്ല. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പൂർണ്ണമായും നിരോധിക്കണമെന്ന നിർദ്ദേശം എംപിമാർ തള്ളി. പകരം ആവശ്യാനുസരണം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ മന്ത്രിമാർക്ക് കൂടുതൽ അധികാരം നൽകുന്ന നിയമത്തെ പിന്തുണച്ചു. ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ വർഷം കുട്ടികൾക്ക് ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരുന്നു. ഇത്തരത്തിലുള്ള നിരോധനം നടപ്പിലാക്കിയ ആദ്യ രാജ്യവുമാണ് ഓസ്ട്രേലിയ. ബ്രിട്ടനിലും സമാനമായ നിയമം കൊണ്ടുവരുവാനുള്ള നിർദ്ദേശത്തിന് ഈ വർഷം ജനുവരിയിൽ ഹൌസ് ഓഫ് ലോർഡ്സ് അംഗങ്ങളുടെ പിന്തുണയും ലഭിച്ചിരുന്നു. പ്രശസ്ത നടൻ ഹഗ് ഗ്രാന്റ് ഉൾപ്പെടെ പലരും നിരോധനത്തെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പൂർണ്ണ നിരോധനം കുട്ടികളെ ഇന്റർനെറ്റിന്റെ ഇരുണ്ട വശങ്ങളിലേക്ക് നയിക്കുവാൻ സാധ്യതയുണ്ടെന്ന് നാഷണൽ സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ചിൽഡ്രൻ മുന്നറിയിപ്പ് നൽകി. ലണ്ടനിലെ ചില മികച്ച സാമ്പത്തിക സ്ഥിതിയുള്ള പ്രദേശങ്ങളിൽ പോലീസ് ജനങ്ങളെ തടഞ്ഞു പരിശോധിക്കുന്ന സ്റ്റോപ്പ് ആൻഡ് സെർച്ച് സംഭവങ്ങൾ കറുത്ത വർഗ്ഗക്കാരിൽ വെളുത്ത വർഗ്ഗക്കാരേക്കാൾ 4 മടങ്ങ് കൂടുതലാണെന്ന് പുതിയ പഠനം കണ്ടെത്തി. കിങ്സ് കോളേജ് ലണ്ടൻ നടത്തിയ പഠനപ്രകാരം കറുത്തവരെ തടഞ്ഞു പരിശോധിക്കാൻ പോലീസ് നൽകിയ കാരണങ്ങൾ പലപ്പോഴും വ്യക്തതയില്ലാത്തതാണെന്നും പറയുന്നു. 2023 ലണ്ടനിൽ നടന്ന ഏകദേശം 1.52 ലക്ഷം സ്റ്റോപ്പ് ആൻഡ് സെർച്ച് നടപടികളാണ് പഠനം പരിശോധിച്ചത്. മെട്രോപൊളിറ്റൻ പോലീസ് പരിധിയിൽ ഇത് 3.7 മടങ്ങാണ്. ചില പ്രദേശങ്ങളിൽ വ്യത്യാസം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കിച്ച് ഈസ്റ്റ് ഷീൻ പ്രദേശത്ത് കറുത്തവർ വെളുത്തവർക്കാരേക്കാൾ 48 മടങ്ങും സ്റ്റോപ്പ് ആൻഡ് സെർച്ച് ചെയ്യപ്പെട്ടതായി കണ്ടെത്തി. അതുപോലെ കൂടുതൽ പോലീസ് പരിശോധനയ്ക്ക് വിധേയരായി എന്നും കണ്ടെത്തുന്നു. അതുപോലെ പോലീസ് നൽകിയ ചില കാരണങ്ങൾ വളരെ ദുർബലമാണെന്നും പഠനം ചൂണ്ടിക്കാട്ടി. ഉദാഹരണമായി സെൻട്രൽ ലണ്ടനിലെ സ്റ്റാൻഡേർഡ് പ്രദേശത്ത് ഒരാളെ സംശയാസ്പദമായി നോക്കി ഉടൻ തന്നെ മുഖം തിരിച്ചു എന്ന കാരണത്താൽ പോലീസ് തടഞ്ഞ് പരിശോധിച്ചെങ്കിലും പിന്നീട് യാതൊരു അനധികൃത വസ്തുതയും കണ്ടെത്തിയില്ല. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പോലീസിനോടുള്ള പൊതുജന വിശ്വാസത്തെ ബാധിക്കുമെന്നാണ് പഠനം ചൂണ്ടിക്കാണിക്കുന്നത്.
യൂണിവേഴ്സിറ്റി ഓഫ് എഡ്വിൻബർഗ് സ്റ്റുഡൻസ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മലയാളി വിദ്യാർത്ഥിക്ക് വിജയം. ആക്ടിവിറ്റീസ് ആൻഡ് സർവീസസ് വൈസ് പ്രസിഡന്റ് എന്ന സുപ്രധാന പദവിയിലേക്കാണ് വാസിൽ എന്ന മലയാളി വിദ്യാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റർ സ്കോട്ട്ലൻഡ് യൂണിറ്റ് അംഗമായ വാസിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ 1700 വോട്ടുകൾ നേടിയാണ് വിജയം ഉറപ്പിച്ചത്. എഡ്വിൻബർഗ് സർവകലാശാലയിലെ 49,000-ലധികം വിദ്യാർത്ഥികളെ പ്രതിനിധീകരിക്കുന്ന വിദ്യാർത്ഥികളാൽ തന്നെ നയിക്കപ്പെടുന്ന ഒരു സ്വതന്ത്ര സംഘടനയാണ് യൂണിവേഴ്സിറ്റി ഓഫ് എഡ്വിൻബർഗ് സ്റ്റുഡൻസ് അസോസിയേഷൻ. 140 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ഈ സംഘടന വിദ്യാർത്ഥികളുടെ ക്ഷേമം, അവകാശങ്ങൾ, വിനോദം എന്നിവ ഉറപ്പാക്കുകയും ക്യാമ്പസ് ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി യൂണിവേഴ്സിറ്റി മാനേജ്മെന്റുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ക്രിസ്ത്യൻ മലയാളികളുടെ പ്രിയപ്പെട്ട ചാക്കോമാഷ് എന്ന ചാക്കോച്ചൻ മാത്യു മരണപ്പെട്ടു. 70 വയസ്സായിരുന്നു. ലുക്കീമിയ ബാധിച്ച് ചികിത്സയിലായിരുന്ന ചാക്കോച്ചൻ അസുഖത്തിൽ നിന്നും സുഖം പ്രാപിച്ചു വരികയായിരുന്നു. തുടർന്ന് നാട്ടിൽ പോയിരുന്ന അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ ഉണ്ടായ ചെറിയ അണുബാധ മൂലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതിനിടെയാണ് മരണം സംഭവിക്കുന്നത്. ക്രിസ്ത്യൻ മലയാളികൾക്കിടയിൽ അനേകം വർഷങ്ങളായി സജീവമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്നും അറിയുവാൻ സാധിക്കുന്നത്. കണ്ണൂർ കൊട്ടിയൂർ നീണ്ടുനോക്കി മാളിയേക്ക പറമ്പിൽ കുടുംബാംഗമാണ്. ഭാര്യ ത്രേസ്യാമ്മ, മക്കൾ ജിമിൽ, ജെക്സൺ, എഡ്വിൻ, മരുമക്കൾ ആഗ്ര, ജിമിൽ, ആൽഫ, ജെക്സൺ, കൊച്ചുമക്കൾ ടെസ, ടിയ, സോഫിയ. സർക്കാർ ജീവനക്കാരുടെ സ്വകാര്യ വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോർത്തിയെന്ന ആരോപണത്തിൽ സർക്കാരിന് ആശ്വാസം. സ്വകാര്യതാ ലംഘനം ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി ഹൈക്കോടതി തള്ളി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് DA സന്ദേശം അയച്ചതിൽ നിയമവിരുദ്ധതയില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. സന്ദേശം അയച്ചത് നല്ല ഭരണത്തിന്റെ ഭാഗമായേ കാണാനാകൂവെന്നും കോടതി നിരീക്ഷിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്പാർക്കിൽ നിന്ന് ഡാറ്റ കൈമാറിയതിന് തെളിവില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഹർജി തള്ളിയത്. കോളിളക്കങ്ങൾക്കൊടുവിൽ ഗണേഷ് കുമാർ വിവാദം ഒത്തുതീർപ്പിലേക്ക്. ആരോപണങ്ങൾ ഉന്നയിച്ച ഭാര്യ ബിന്ദു മേനോനെ വിളിച്ചുവരുത്തി മന്ത്രി ക്ഷമാപണം നടത്തി. ഭാര്യയുമായുള്ള പ്രശ്നം പുറത്തുവന്നതോടെ ഗണേഷ് കുമാർ സമ്മർദ്ദത്തിലായിരുന്നു. ഘടകകക്ഷികൾ ഉൾപ്പെടെ ഗണേഷ് കുമാർ പ്രശ്നം അതീവ ഗുരുതരമായിരുന്നുവെന്ന് വിലയിരുത്തിയിരുന്നു. ഇതിനിടയിലാണ് പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് എത്തിയത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് നോട്ടീസ് അയച്ച് ഹൈക്കോടതി. സർക്കാർ നൽകിയ അപ്പീൽ കോടതി ഫയൽ സ്വീകരിക്കുകയായിരുന്നു. തുടർന്നാണ് പ്രതികൾക്ക് നോട്ടീസ് അയച്ചത്. നെടുമ്പാശ്ശേരി SHO വഴിയാണ് വെറുതെ വിട്ട പ്രതികൾക്ക് നോട്ടീസ് അയക്കുക. വിചാരണ കോടതിയുടെ ഗുരുതര വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 300 പേജുള്ള അപ്പീലാണ് സർക്കാർ സമർപ്പിച്ചത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.